ഡിയർ ലയൺ ഫ്രണ്ട്സ്, ഇന്ന് ഏറെ സന്തോഷമുള്ള ഒരു സുദിനമാണ്. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ നമ്മോട് പറയുന്നു, നമ്മൾ ചെയ്യുന്ന വളരെ കൃത്യതയോടുകൂടി ചെയ്യുന്ന നമ്മുടെ സേവന പ്രവർത്തനങ്ങൾ സമൂഹ മധ്യേ നമ്മൾ അവതരിപ്പിക്കണം. നമ്മുടെ സംഘടനയുടെ വളർച്ചയ്ക്ക് നമ്മുടെ സേവനങ്ങളെ കൃത്യമായ രൂപത്തിൽ അതിന് PR നൽകണമെന്ന് നമ്മുടെ പ്രസ്ഥാനം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 318D ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. സേവന പ്രവർത്തനങ്ങളിൽ 318D ഏറെ മുന്നിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനമായ നമ്മുടെ വാർത്തകൾ ജനമധ്യേ എത്തിക്കാനായിട്ട് നമ്മളൊരു ലയൺസ് വാർത്താ ചാനൽ ആരംഭിക്കുന്നു. യൂട്യൂബിൽ ആരംഭിക്കുന്ന ഈ ഡിജിറ്റൽ ചാനൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ്. ഈ ധന്യ നിമിഷത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 2025 മെയ് 3 ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ വാർത്താ പ്രഭാതത്തിൽ ഞാനും നിങ്ങളോടൊപ്പം പങ്കുചേരുന്നത്. തൃശ്ശൂർ, പാലക്കാട് ജില്ലയിലെ ലയൺസ് അംഗങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ലയൺസ് ന്യൂസ് ചാനലിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ലയൺസ് 318Dയും വാർത്താനുഭവത്തിൻ്റെ ഭാഗമാവുകയാണ്. ഓരോ ക്ലബ്ബുകളുടെയും ആതുര സേവന പ്രവർത്തനത്തിലേക്ക് നമ്മൾ ഒന്നായി മിഴി തുറക്കുകയാണ്. നാം ചെയ്ത സേവനങ്ങൾ, നാം ഇനിയും ചെയ്യാൻ ഒരുങ്ങുന്ന പ്രവർത്തനങ്ങൾ, അത് സമൂഹത്തിൻ്റെ ഓരോ തട്ടിലും എത്തിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ ചാനൽ. മുഖമുള്ള, മുദ്രയുള്ള, മധുരമുള്ള മാനവ സേവയുടെ നേർക്കാഴ്ചയ്ക്കായി ഇനി നമുക്ക് ഒന്നായി അണിചേരാം. ഈ പ്രവർത്തനത്തിന് നക്ഷത്രത്തിളക്കം നൽകിയ ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പിലേക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. ഇനി നമുക്ക് ഒന്നായി അണിചേരാം. ലയൺസ് ഡിസ്ട്രിക്ട് 318D ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. ലയൺസ് 318Dയുടെ ന്യൂസ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. വിശക്കുന്നവന്റെ മുന്നിൽ ഭക്ഷണം ഈശ്വരനാണ്. തൃശൂർ നഗരത്തിൽ ആരും തന്നെ വിശന്നിരിക്കരുതെന്ന ലക്ഷ്യത്തോടെ തൃശൂർ കോർപ്പറേഷനും ലയൺസ് ക്ലബ്ബും കൈകോർത്തുകൊണ്ട് ആരംഭിച്ച മന്ന പദ്ധതി ഇന്നേക്ക് 672 ദിവസം പിന്നിട്ടു. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ വിഭാവനം ചെയ്ത റിലീവിംഗ് അങ്കറിന്റെ ശക്തമായ ഈ പദ്ധതി ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ജെയിംസ് പോൾ വളപ്പില കണ്ട സ്വപ്നമാണ്. ഡിസ്ട്രിക്റ്റിലെ ക്ലബ്ബുകളുടെ ശക്തമായ സഹകരണത്തിലൂടെ ജോയ് ഓഫ് മന്ന ഇന്നും എന്നും ഭക്ഷണം വിളമ്പും. കുട്ടികളിലെ കാഴ്ച തകരാർ തുടക്കത്തിൽ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണലിന്റെ സൈറ്റ് ഫോർ കിഡ്സ് എന്ന പ്രോഗ്രാമിലൂടെ ഡിസ്ട്രിക്ട് 318Dയിൽ 22 ലക്ഷം രൂപയുടെ കണ്ണടകൾ വിതരണം ചെയ്തു. 1600 സ്കൂളുകളിലായി 6000 കണ്ണടകളാണ് ഇതുവരെ വിതരണം ചെയ്തത്. അതോടൊപ്പം കുട്ടികളിലെ കാഴ്ചയിലെ പോരായ്മകൾ കണ്ടെത്തുന്നതിനായി അധ്യാപകർക്കുള്ള 100ഓളം ട്രെയിനിങ് ക്യാമ്പുകളും ഈ വർഷം പൂർത്തിയാക്കി. ഓരോ തുള്ളി രക്തവും ഒരാൾക്ക് ശ്വാസം പോലെയാണെന്ന തിരിച്ചറിവിലൂടെ ലയൺസ് ഡിസ്ട്രിക്ട് 318D ഈ വർഷം 125 ക്യാമ്പുകളിലൂടെ 3500 പേർക്ക് രക്തദാനം നടത്തി. ഇത് സർവ്വലോക റെക്കോർഡാണ്. LCIFന്റെ സഹകരണത്തോടെ നിർമ്മിച്ച ബ്ലഡ് മൊബൈൽ വാനിന്റെ സഹായത്തോടു കൂടിയായിരുന്നു ഈ റെക്കോർഡ് നേട്ടം. വീട് എല്ലാവർക്കും ഒരു സ്വപ്നമാണ്, അതും അടച്ചുറപ്പുള്ള സുരക്ഷിതമായ ഭവനം. ലയൺസ് ഹോം ഫോർ ഹോംലെസിന്റെ പദ്ധതിയിലൂടെ 5ഓളം വീടുകളുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. മണപ്പുറം ഫൗണ്ടേഷനും LCIFന്റെയും സഹകരണത്തിലാണ് ഡിസ്ട്രിക്ട് 318D ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. തൃപ്രയാർ ടെമ്പിൾ സിറ്റി ക്ലബ് സ്പോൺസർ ചെയ്യുന്ന വീടിന്റെ തറക്കൽ ഇടൽ കർമ്മം ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില നിർവഹിച്ചു. ശ്വസന സംബന്ധമായ രോഗബാധിതർക്ക് ഒരു കൈത്താങ്ങായി കുന്നംകുളം ലയൺസ് ക്ലബ്ബ്. ശുദ്ധമായ ഓക്സിജൻ ലഭിക്കാൻ സഹായിക്കുന്ന 2 ഓക്സിജൻ കോൺസെൻട്രേറ്റുകളും അതോടൊപ്പം കിടപ്പ് രോഗികൾക്കായി കോളു ബാഗുകളും കുന്നംകുളം പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെന്ററിലേക്ക് കുന്നംകുളം ലയൺസ് ക്ലബ്ബ് വിതരണം ചെയ്തു. ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് പോൾ വളപ്പിലയുടെ ഔദ്യോഗിക സന്ദർശനത്തിനോട് അനുബന്ധിച്ചായിരുന്നു ഈ പരിപാടി. ചാലക്കുടി താലൂക്ക് ആശുപത്രി വിമുക്തി സെന്ററിന്റെ വികസനത്തിനായി ചാലക്കുടി ലയൺസ് ക്ലബ്ബ്. ചാലക്കുടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിച്ചു വരുന്ന വിമുക്തി എന്ന ആന്റി അഡിക്ഷൻ സെന്ററിൽ 8.5 ലക്ഷം ചിലവിൽ 30 കിടക്കകളോടെ അധിക സൗകര്യങ്ങളാണ് ചാലക്കുടി ലയൺസ് ക്ലബ്ബ് ഒരുക്കുന്നത്.
അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില നിർവഹിച്ചു. അതോടൊപ്പം നിർധന രോഗികൾക്കായി 3 ലക്ഷം രൂപയുടെ അധിക സാമ്പത്തിക സഹായവും 60 പേർക്ക് സൗജന്യ ഡയാലിസിസ് കിറ്റുകളും വീൽ ചെയറുകളും ക്ലബ് വിതരണം ചെയ്തു.